ഒരു ഹിന്ദി കോൾ വന്നപ്പോഴാണ് പോയത്. ഷോയ്ക്കും ട്രെയിനിങ്ങിനും പോയെടുത്ത് എല്ലാവരും എൻ്റെ ആൾക്കാരാണ്. അവരെൻ്റെ ഗുജറാത്തിലെ ബോംബെയിലുള്ള കുടുംബക്കാരായിരുന്നിരിക്കണം. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ വീട് എഗെയിൻ അവരെ തന്നെ കണ്ടുമുട്ടണമെങ്കിൽ അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ അവരെൻ്റെ ആരോ ആയിരുന്നിരിക്കണം, മനസ്സിലായില്ല. ഞാൻ വീണ്ടും ഹിന്ദിക്കാരുടെ ഇടയിൽ എങ്ങനെ പെട്ടു? എനിക്ക് ട്രെയിനിങ് മലയാളികളുടെ അടുത്ത് കിട്ടേണ്ടതിന് പകരം എനിക്ക് കിട്ടിയ ഹിന്ദിക്കാരുടെ അടുത്താണ്. എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക. ഞാൻ പറയാം ഇങ്ങനെ റസ്റ്റിൽ അവളെ ഇതൊന്നും തീരട്ടെ തീർന്നിട്ട് ഞാൻ വരാമെന്ന് പറയാം. ഞാൻ പറയാൻ കാരണം അത്രയ്ക്ക് സെൻസിറ്റീവാണ് കേട്ടോ നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ. എനിക്കൊക്കെ ആണെങ്കിൽ വിഷമമൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റും. എനിക്കും അവരെ കണ്ടില്ലെങ്കിൽ ആൻറ്റിയെ കണ്ടില്ലെങ്കിൽ ഞാനും നോക്കൂട്ടാ എവിടെയാണുള്ളത്. ഞാനവിടെ ഇവിടെ നിന്ന് കാണാറുണ്ട്. മിക്കവാറും ഇവിടെ മതിലിൽ പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കുന്ന കാണാം ആള്. എല്ലാവരും ഒരു നോക്കിയിട്ട് ഞാനങ്ങ് പോവും. പിന്നെ അപ്പോൾ ഞാനത് പറയുകയാണ്, അത്രയും സെൻസിറ്റീവും സ്നേഹമാണ് ചുറ്റിനുള്ളവരെന്ന്. പിന്നെ ചേച്ചിയോട് ഞാൻ പറഞ്ഞ് കോമഡിയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചിരി വന്നിട്ടുണ്ടാകും. ഞാൻ വോയിസ് മെസ്സേജിൽ ഇടണം, കോൾ വിളിക്കില്ല എന്നറിയാമല്ലോ. ഞാൻ പറയാം ചേച്ചി അയ്യേ നിസ്സാര കാര്യത്തിന് ചേച്ചി ഡോൺ വറി. എന്നാൽ ചേച്ചി കുറേ വിഷമത്തിലുള്ള ചേച്ചീൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അമ്മായിയമ്മയ്ക്ക് കിടപ്പിൽ, അമ്മായിയമ്മ കിടപ്പിൽ, അമ്മ സുഖമില്ലാണ്ട് അമ്മ കിടപ്പിൽ, അങ്ങനെ ഫുള്ള് ഒരുപാട് ടെൻഷനാണുള്ളത്. ചേച്ചീൻ്റെ സിസ്റ്ററുടെ കുട്ടിക്ക് സുഖമില്ല, ചേച്ചീൻ്റെ മോന് ചെറിയൊരു ഈ ബസ്സുകാരുണ്ടല്ലോ നിർത്താണ്ട് പോയിട്ട് അല്ല നിർത്തി കുട്ടി ഇറങ്ങണതിന് മുന്നേ കുട്ടീനെ തള്ളിയിടെ അല്ല കുട്ടി ഇറങ്ങണതിന് മുന്നേ ബസ് എടുത്ത് പോയി കുട്ടി വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനിലാണ് ചേച്ചിയുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ചേച്ചിക്കും ഇതെല്ലാം കൂടിയിട്ട് നമ്മളെ തലയിൽ എല്ലാ ഭാരങ്ങളും കൂടെ കയറുമ്പം ചേച്ചിക്കും ടെൻഷനാണ്. അപ്പോൾ ഓടി അണക്കാനുള്ള ചേച്ചി ദുബായിൽ നിന്നൊക്കെ വന്നതാണ് കേട്ടോ. ഇവിടെ വന്ന് സെറ്റിലായതാണ്. ദുബായിലായിരുന്നു. അവിടെ നിന്ന് സെറ്റിൽ. നമുക്കത് സിറ്റി ലൈഫിൽ നമ്മളിങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്ത് ശീലമില്ലല്ലോ. ചേച്ചിക്ക് പണ്ടേ നാട്ടിൽ നിന്നുള്ള ശീലമുണ്ട്, എനിക്കതുപോലും ഇല്ല. പക്ഷെ ഞാനെന്നാലും എല്ലായിടം ഞാൻ എവിടെയും ഒക്കുന്ന കൂട്ടത്തില്ല, എവിടെയും അഡ്ജസ്റ്റ് ആയി പോകുന്ന കൂട്ടത്തില്ല. ഞാനീ പറയുവാണെങ്കിലും എല്ലായിടത്തും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില്ല. ഇന്ന കൂട്ടത്തിലൊന്നുമില്ല. എൻ്റെ അമ്മേൻ്റെ ഒരു ഇടത്തിയുണ്ട്, തലമൂത്ത ഇടത്തി. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, അവരെ പോലെയാണ് ഞാൻ. എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില്ല, നോ പ്രോബ്ലം. പറയുമ്പോൾ ഞാൻ പറ്റില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല, അവനെ കുതിര എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഒരു ചാടയില്ല കേട്ടോ, ഒരു ചാടയില്ല. അങ്ങനത്തെ ആളുമല്ല ഞാൻ. അറിയാമെന്നുള്ളവർക്കറിയാം, എൻ്റെ കൂടെയുള്ളവർക്കറിയാം. പിന്നെ അപ്പം ഞാൻ പറയുകയാണ്, അസുഖങ്ങൾ വരുന്നത് ഞാൻ റെസ്റ്റ് എടുക്കുന്നത്. പിന്നെ ആരും അതിനെക്കുറിച്ച് ചിലപ്പോൾ ലൈവിൽ ഉള്ളവരും ചിലപ്പോൾ വേദനയായിരിക്കും. അവരെ വിചാരം ഞാൻ ഫുള്ള് റെസ്റ്റ് കിടക്കുന്നത് എനിക്ക് ഒട്ടും വയ്യ. വേദനയുണ്ട്, അത് നോ പ്രോബ്ലം. ഞാൻ വേദനയൊന്നും നമ്മളെ മനസ്സിൻ്റെ വേദന വെച്ച് നോക്കിയാൽ ശരീരത്തിലുണ്ടായ 1% ഉള്ളൂ എനിക്കത് പുല്ലാണ്, മനസ്സിലായോ. പിന്നെ എനിക്ക് വീണ്ടും ഷോയ്ക്ക് ഇറങ്ങണമല്ലോ, അപ്പോൾ എൻ്റെ ബോണ്ട് ശരിയാവണമല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ വിറ്റാമിൻ ഡിൻ്റെ കുറവുണ്ടെങ്കിലും ഇതൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വിറ്റാമിൻ ഡിൻ്റെ കുറവ് നല്ലോണം ഉണ്ട്. ഞാൻ അതിൻ്റെ ടാബ്ലറ്റ് ആഴ്ചയിൽ ഒരിക്കലേ കഴിക്കാൻ പറ്റുള്ളൂ, അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ ഞാൻ രാത്രി പാൽ കുടിക്കണമെന്നോ? പാലിൽ നിന്നൊക്കെ വിറ്റാമിൻ ഡി, സൂര്യപ്രകാശം അടിക്കുന്നില്ല. കാരണം എനിക്ക് സൂര്യപ്രകാശം അടിക്കാത്ത കാരണം എനിക്ക് വെയിൽ കൊണ്ടാൽ ഞാൻ പുഴുവരിക്കുന്ന പോലെ ദേഹം മൊത്തം ചൊറിയാൻ തുടങ്ങും. ഞാൻ എന്ത് ചെയ്യാനാണ്? വെയിൽ കൊള്ളാനും പാടില്ല. വെയിൽ കൊള്ളണമെന്ന് വെച്ചാൽ എൻ്റെ തല മാത്രം കൊണ്ട് വെയിലത്ത് ആരെങ്കിലും എൻ്റെ തല മാത്രം ഒന്ന് പുറത്തോട്ട് കൊണ്ടാൻ പറ്റുമോ, ഫേസ് കാണിക്കാണ്ട് എന്ന് വിചാരിക്കാൻ പറ്റും. എന്നാലും അത്യാവശ്യം ഞാൻ വെയിൽ കൊള്ളുന്നുണ്ട്. വെയിലിൽ നിന്നാണ് വിറ്റാമിൻ ഡി ചെയ്യുന്നത്. ഈ എല്ലാം നശിച്ച വെയിൽ ഞാൻ നശിച്ചെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നശിച്ചു പോയ വെയിൽ ഞാൻ എങ്ങനെ കൊള്ളുമെന്നാണ്. ഓസോൺ പാളിയെല്ലാം തകർന്ന് ഞാനേ കത്തിക്കരിഞ്ഞു ഈ വെയിൽ കൊണ്ടാൽ. വെയിൽ കൊണ്ടില്ലെങ്കിലും നമുക്ക് വിറ്റാമിൻ ഡിൻ്റെ കുറവ് വരും കേട്ടോ. സൂര്യപ്രകാശം നമുക്ക് വേണം. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. അതൊക്കെ കേട്ട് ആരും വിഷമിക്കേണ്ട. ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഞാൻ കിടക്കുന്നത് വേദനയുണ്ട്, എനിക്കത് വേദന ഇല്ല എന്നല്ല, എൻ്റെ മനസ്സിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് 0 ആണ് പെയിൻ, എൻ്റെ പെയിൻ. ഞാനിപ്പോൾ റെസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഷോയ്ക്ക് ഇറങ്ങണം, എൻ്റെ ബോൺ കറക്റ്റ് ആയാലേ എനിക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മാസം ഞാൻ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. ഒരു ഇതുമില്ല, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഒരു വർക്കും ഏറ്റെടുത്തിട്ടില്ല, എല്ലാം ക്യാൻസലാക്കി. നെക്സ്റ്റ് മന്ത് മുതൽ ട്രെയിനിങ്ങിന് കയറും. അവിടെ പിന്നെ വലിയ ഭാരപ്പെട്ട പണിയൊന്നുമില്ലല്ലോ, ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇരിക്കുകയോ നിൽക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യാം, ആരും ഇല്ലെങ്കിൽ. കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് കിടക്കാം. എനിക്ക് അതിനുള്ള ഇതുകൊണ്ട് കേട്ടോ. എനിക്ക് ഇവിടെ ചെന്നാൽ ഭയങ്കര കോൺസെൻട്രേഷനാണ്, അത് വേറെ കാര്യമാണ്. കിടന്നു എന്ന് പറയും. അപ്പോൾ എനിക്ക് കിടക്കാൻ മീൻസ് നമ്മളെ
നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, പാർലറിലൊക്കെ പോകുമ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നില്ലേ, അവിടെ ആ ബെഡ് അവിടെ ഉണ്ടിട്ടാ. അപ്പോൾ അതിലിങ്ങനെ അതിൽ തന്നെ തല വെച്ചിട്ട് ഇങ്ങനെ കിടക്കാം. ഞാൻ എന്നിട്ട് അതിലിങ്ങനെ ചെന്ന് കിടന്നുറങ്ങാറുണ്ട്. ഒരിക്കൽ അവർ പറഞ്ഞു നല്ല കൂർക്കം വലിയായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനത് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഞാൻ അവിടെ കിടന്നങ്ങ് ഉറങ്ങും. ആരും ഇല്ലെങ്കിൽ കസ്റ്റമർ വരുമ്പോൾ വിളിക്കും. പിന്നെ ഞാൻ ഓടിപ്പോയി ബ്രഷൊക്കെ ചെയ്ത് കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യും. അപ്പം ട്രെയിനിങ് എനിക്ക് മസ്റ്റ് വേണം. എന്നിട്ട് വേണം പിന്നെ ഒരു 6 മന്തൊക്കെ ആയാലേ എനിക്കൊന്ന് എന്താണ് ഏതാണ് ഇതിനെക്കുറിച്ചൊന്നും പിടുത്തം കിട്ടുള്ളൂ. ടൈം അഡ്ജസ്റ്റ് ആവണം. ടൈം എക്സ്പീരിയൻസ് ഇത് മസ്റ്റാണ്. നമുക്ക് എവിടെ ജോലിക്ക് കയറിയാലും, ജോലി വേണമെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണമെങ്കിലും എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് മന്ത് മുതൽ പോവും. അതുവരെയുള്ളൊരു റെസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു ഇത് വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഒരു വർക്കൊന്നുമല്ല, എൻ്റെ അക്കാഡമീൻ്റെ ഭാഗമായിട്ട് ഒരു ക്ലാസ്സിന് പോകാനുണ്ട്. അതൊന്ന് പോവും. പക്ഷേങ്കിൽ അത് സീനാണ്. ഇന്നത്ര 20-ഓ 23-നാണ്. ഞാൻ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പോയി വന്നിട്ട് പറയാം. അതിന് മുന്നേ ഞാൻ പറയുന്നില്ല കേട്ടോ.